വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നേതാക്കളുടെ പത്രപരസ്യത്തിന്മേലുള്ള വാക്പോര്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഗ്ലോറിഫൈഡ് വേർഷനാണ് പത്രപരസ്യമെന്നാണ് UDF പ്രതികരണം. ഇനിയും ഡിലീറ്റ് ചെയ്യാത്ത സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ എന്താണ് തെറ്റെന്ന് LDF നേതാക്കൾ ചോദിക്കുന്നു. LDFന്റെ പത്രപരസ്യമാണ് നിശബ്ദ പ്രചരണ ദിവസം പാലക്കാട്ടെ ചൂടുള്ള ചർച്ച. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിനോടാണ് പത്രപരസ്യത്തെ UDF ഉപമിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷൻ ഹീനമായൊരു ശ്രമമായി പോയി. CPMന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. CPMന്റെ ഗതികേടാണ് പത്രപരസ്യമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. അത് അവരുടെ ഒരു ഗതികേട്. എന്തൊരു മര്യാദയില്ലാത്ത രാഷ്ട്രീയമാണ്. എന്നാൽ പത്രപരസ്യത്തിൽ അപാകതയില്ലെന്നാണ് LDF പ്രതികരണം. എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിട്ടുണ്ടെന്നാണ് വാദം. ഇപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ. പോസ്റ്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതായത് താൻ പറഞ്ഞത് തന്നെയാണ്, തന്റെ നിലപാട് അത് തന്നെയാണ്. ആ നിലപാടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്നെ സ്വീകരിച്ചാൽ മതി എന്നതാണ് സന്ദീപ് വാര്യരുടെ സമീപനം. അതാണ്. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ്. സുപ്രഭാതം പത്രത്തിലെ LDF തിരഞ്ഞെടുപ്പ് പരസ്യത്തിനെതിരെ പാണക്കാട് മുഈനലി തങ്ങൾ രംഗത്തെത്തി. പരസ്യം പ്രസിദ്ധീകരിച്ച പേജ് ചുവന്ന കളർ മാർക്ക് ചെയ്താണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പിന്നാലെ രാഹുലിന് വോട്ട് അഭ്യർത്ഥിച്ച് UDF സുപ്രഭാതത്തിൽ നൽകിയ പരസ്യവും പങ്കുവച്ചിട്ടുണ്ട്. വിവാദ പത്രപരസ്യത്തിന് പിന്നാലെ UDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സാധ്യതയുണ്ട്. 24 പാലക്കാട്.